ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് തേർഡ് സെം BBAയുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇവിടെ 2.5 മണിക്കൂർ എക്സാം തന്നെയാണ്. അതിൻ്റെ മാക്സിമം മാർക്ക് 80 ആണ്. ആൻസർ അറ്റ്ലീസ്റ്റ് 10 ക്വസ്റ്റ്യൻസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ക്വസ്റ്റ്യനും 3 മാർക്സ് ആണ് വരുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു ഭാഗത്തുനിന്ന് 30 മാർക്കായിരിക്കും. അപ്പോൾ ഇതിൽ ആദ്യത്തെ 15 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് തിയറി തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഡു യു മീൻ ബൈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടേ പോവാവുള്ളൂ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് IFRSൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണുള്ളത്. അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഡു യു മീൻ ബൈ റെഡീമബിൾ ഡിബഞ്ചേഴ്സ്. അപ്പോൾ ആ ഡിബഞ്ചേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഒക്കെ ഒന്ന് പഠിച്ചു പോവുക. റെഡീമബിൾ ഡിബഞ്ചേഴ്സ്. നാലാമത്തത് റിഡംഷൻ ബൈ കൺവേർഷൻ, എങ്ങനെയൊക്കെ റിഡംഷൻ ചെയ്യാം. അതിൽ റിഡംഷൻ ബൈ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്. വാട്ട് ഈസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ. ആറാമത്തത് കണ്ടിജൻറ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. ഏഴാമത്തേൽ വാട്ട് ഈസ് ബോറോയിങ് കോസ്റ്റ് ആസ് പെർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം ബോറോയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. എട്ടാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ക്യാഷ്, ഒരു ഫേമിന് ക്യാഷ് റേസ് ചെയ്യാനുള്ള സോഴ്സുകൾ എന്തൊക്കെയാണ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ലിക്വിഡിറ്റി റേഷ്യോ, എന്താണ് ലിക്വിഡിറ്റി റേഷ്യോ. പത്താമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് സിങ്കിങ് ഫണ്ട്. 11ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഡു യു മീൻ ബൈ ലിവറേജ് റേഷ്യോ. അപ്പോൾ റേഷ്യോ എന്ന് രണ്ടെണ്ണം ചോദിച്ചിട്ടുണ്ട്, ലിവറേജ് റേഷ്യോസും ലിക്വിഡിറ്റി റേഷ്യോസുമാണ്. 12ാമത്തെ ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ് എനി 2 ഡിഫറൻസസ് ബിറ്റ്വീൻ റിസർവ്സ് ആൻഡ് പ്രൊവിഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് റിസർവ് ചോദിക്കാം, എന്താണ് പ്രൊവിഷൻ എന്ന് ചോദിക്കാം. ഇവിടെ 2 ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 13ാമത്തേൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ്, സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്താണ്. 14ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഡു യു മീൻ ബൈ ഇർറെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്, നമ്മൾ റെഡീം ചെയ്യാൻ പറ്റാത്തത് ഉള്ള പ്രിഫറൻസ് ഷെയർസ് ഏതാണ്. ഇവിടെ റെഡീമബിൾ ഡിബഞ്ചർ ചോദിച്ചു, ഇവിടെ ഇർറെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ മാത്രം ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ഫ്രം ദ ഗിവൺ ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ഗ്രോസ് മാർജിൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 5,20,000 ആണ് സെയിൽസ് വരുന്നത്. അതിൽ റിട്ടേൺസ് 20,000 ഉണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 4 ലക്ഷമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഗ്രോസ് മാർജിൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് ഫസ്റ്റ് സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. ഇനി ഗ്രോസ് മാർജിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആകെ നമുക്ക് ചെയ്യാനുള്ളത് സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺസ് കുറയ്ക്കുക. 5,20,000 20,000 കുറച്ചാൽ 5 ലക്ഷം. അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാൽ 4 ലക്ഷം കുറച്ചാൽ ബാലൻസ് 1 lakh ആണ് ഗ്രോസ് മാർജിൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ സെക്ഷനാണ് എക്സ്പ്ലെയിൻ ദ അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ നോക്കിയാൽ തന്നെ അറിയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണെന്ന് ചോദിച്ചു, ഇവിടെ അതിൻ്റെ അഡ്വാൻറ്റേജസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഇത് പഠിക്കാം. അടുത്തത് അക്കൗണ്ടിങ് റേഷ്യോസിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ ആ റേഷ്യോ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ചോദിച്ചെങ്കിൽ ലിക്വിഡിറ്റി റേഷ്യോ ചോദിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ലിവറേജ് റേഷ്യോയും ചോദിച്ചു. ഇനി അതിൻ്റെ ലിമിറ്റേഷൻസും ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ 18ാമത്തെ ക്വസ്റ്റ്യൻ ന്യൂ ഇന്ത്യ ലിമിറ്റഡ് ഹാസ് സോൾഡ് ഗുഡ്സ് വർത്ത് ₹2,50,000 with a gross profit margin of 20%. The stock at the beginning and at the end of the year was 35,000 and 45,000. Opening stock 35 closing 45 ആണ്. കാൽക്കുലേറ്റ് ദ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ വീണ്ടും റേഷ്യോ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വന്നാണ്. ടേൺ ഓവർ റേഷ്യോസിൽ വരുന്നതാണ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. ഇനി 19ാമത്തെ ക്വസ്റ്റ്യനിൽ ഓൺ July 1st, 2017 A Limited gave notice of its intention to redeem its outstanding ₹4 crore 4.5% debenture stock on January 1st,
2018 at 102% and offer the holders the following options. First one, to apply the redemption money to subscribe for first one 6% cumulative preference shares of rupees 20 each at 22.50 per share accepted by the shareholders, rupees 1,71 crore 71 lakh stock, or 6% debenture stock of rupees 96% accepted by the holders of rupees 1 crore 44 lakh stock, or second, to have their holdings redeemed for cash if neither of the options under first one was accepted. Third question, you are required to show the journal entries necessary to record the redemption and allotments under first and second to state the amount of cash required to satisfy the options. എത്ര രൂപ ക്യാഷ് കിട്ടിയാലാണ് ഈ ഓപ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് മുകളിൽ പറഞ്ഞിരിക്കുന്നതിന് ജേണൽ എൻട്രിയും പാസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ 20ാമത്തെ ക്വസ്റ്റ്യനിൽ ദ ഫോളോയിങ് ഈസ് ദ പൊസിഷൻ ഓഫ് കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റി ഓഫ് സെറ്റ് ലിമിറ്റഡ്. സെറ്റ് ലിമിറ്റഡിൻ്റെ കറണ്ട് അസറ്റും ലയബിലിറ്റിയും തന്നിട്ട് 12ലെയും 13ലെയും. കമ്പനി ഇൻകേർഡ് എ ലോസ് ഓഫ് rupees 45,000 ഡ്യൂറിങ് ദ ഇയർ. ആ വർഷം കമ്പനിക്ക് 45,000 രൂപ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. നമ്മളോട് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉണ്ട്, ഷോർട്ട് ടേം ലോൺസിൻ്റെ ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ബിൽസ് പേയബിൾ ഉണ്ട്. ഈ തന്നതിനാണ് നമ്മൾ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്താണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത്. 21ാമത്തെ ക്വസ്റ്റ്യനിലെ കമ്പനി ഹാസ് 4,012% redeemable preference shares of rupees 100 each fully paid. The company decides to redeem the shares on December 31st, 1989 at a premium of 5%. The company makes the following issues. ഒരു കമ്പനിയുടെ കയ്യിൽ 4,000 12% റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആണുള്ളത്. ഒന്നിൻ്റെ വില 100 രൂപയാണ്. എല്ലാം ഫുള്ളി പെയ്ഡ് ആണ്. കമ്പനി ഡിസൈഡ് ചെയ്യുന്നത് ഷെയർസ് റിഡീം ചെയ്യുക എന്നുള്ളതാണ്. അതും പ്രീമിയത്തിന് 5% പ്രീമിയത്തിനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കമ്പനി താഴെ പറയുന്ന ഇഷ്യൂസ് ആണ് ചെയ്യുന്നത്. 1000 ഇക്വിറ്റി ഷെയർ, ഒന്നിൻ്റെ വില 100 രൂപ, പ്രീമിയം 5% ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് വീണ്ടും 1000 ഡിബഞ്ചർ, അത് 14% ഇൻട്രസ്റ്റോട് കൂടിയുള്ളതാണ്. 100 രൂപയാണ് ഒരു ഡിബഞ്ചറിൻ്റെ വില. അങ്ങനെ 2 ഇഷ്യൂ ആണ് അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇഷ്യൂ വാസ് സബ്സ്ക്രൈബ്ഡ് ആൻഡ് ഓൾ ദ എമൗണ്ട്സ് പെർ റിസീവ്ഡ്. ഇതിൽ പറഞ്ഞ പ്രകാരം എല്ലാം ഇഷ്യൂ ചെയ്തു, എല്ലാവരും പർച്ചേസ് ചെയ്തു, റിസീവ് ചെയ്തു, എല്ലാ പൈസയും കിട്ടിയിട്ടുണ്ട്. റിഡംഷൻ വാസ് ഡ്യൂലി ക്യാരീഡ് ഔട്ട്. ദ കമ്പനി ഹാസ് സഫിഷ്യൻറ്റ് പ്രോഫിറ്റ്സ് ഗിവ് ജേർണൽ എൻട്രീസ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ജേർണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 22ാമത്തെ ക്വസ്റ്റ്യൻ, ഗിവൻ കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട് 2.5:1 എന്നുള്ളത്. ലിക്വിഡിറ്റി റേഷ്യോ 1.5, വർക്കിംഗ് ക്യാപിറ്റൽ 90,000, ഫൈൻഡ് ഔട്ട് കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി. അപ്പോൾ കറണ്ട് റേഷ്യോൻ്റെ ഇക്വേഷൻ ആണല്ലോ കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി എന്നുള്ളതിൻ്റെ ബേസിസിൽ നമുക്ക് കറണ്ട് റേഷ്യോൻ്റെ ആൻസർ ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ ഇതിൽ അസറ്റും ലയബിലിറ്റി എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. ഇതാണ് വേറൊരു ക്വസ്റ്റ്യൻസ് സെക്ഷനിൽ വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് for the year ended 31st March 2017, provision for income tax has been made for rupees 30 lakhs. Advance payment of tax for that year amounted to rupees 28 lakh and tax deducted at income earned by the company amounted to rupees 23,000. On December 10, 2017, the assessment was completed and tax liability was determined at rupees 35,45,000. Advance payment of tax for the year 2017-18 34 lakh ആണ്. Show the necessary accounts for the year ending 31st March 2018
assuming rupees 38 lakh previous for taxation for the year ending 31st March 2018. നമ്മളോട് ജേണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സെക്ഷൻ ബിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സെക്ഷൻ സിയിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ 24ാമത്തത്, ഫോളോയിങ് ഈസ് ദ ട്രയൽ ബാലൻസ് ഓഫ് ദിനേശ് ലിമിറ്റഡ് ആസ് ഓൺ 31st March 2015. നമുക്കൊരു ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. അതിൽ ഷെയർ ക്യാപിറ്റലും ഡിബഞ്ചറും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബിൽസ് പേബിളും ക്രെഡിറ്ററും സെയിൽസും റിസർവും പ്രൊവിഷനും ഒക്കെ തന്നിട്ടുണ്ട് ഒരു സൈഡിൽ. മറ്റേ സൈഡിൽ പ്രമിസ്, പ്ലാന്റ്, സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ഗുഡ് ബില്ല്, ക്യാഷ് ഇൻ ഹാൻഡ്, കോൾസ് ഇൻ ഹരിയർ, ഇൻ്ററിം ഡിവിഡൻഡ്, പർച്ചേസ്, പ്രിലിമിനറി എക്സ്പെൻസ്, വേജ്, ജനറൽ എക്സ്പെൻസ്, സാലറി, ബാഡ് ഡെറ്റ്സ്, ഡിബഞ്ചർ ഇൻട്രസ്റ്റ് പെയ്ഡ്, ഇത്രയും ഐറ്റംസ് ആണ് തന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബേസിസിൽ വേണം നമുക്ക് കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. Depreciate planned by 15%, write off 5,000 from preliminary expenses, half years debentures interest due ആയിട്ടുണ്ട്, create 5% provision on debtors for doubtful debts, provide for income tax at 50%, 50%, stock on 31st March 2015 9,50,000 closing stock ആണ് പറയുന്നത്. നമ്മളോട് പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st March 2015. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ പി ആൻഡ് എൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് 25ാമത്തെ ക്വസ്റ്റ്യനിൽ ഫ്രം ദ ഫോളോയിങ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഒരു ഫൈനൽ അക്കൗണ്ട് പ്രതീക്ഷിക്കാം, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രതീക്ഷിക്കാം. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലെ ക്രെഡിറ്റേഴ്സും ലോൺ ഫ്രം ബാങ്കും ക്യാപിറ്റലൊക്കെ തന്നിട്ടുണ്ട്, 2 വർഷത്തിൽ തന്നിട്ടുണ്ട്. പിന്നെ അസറ്റിൽ ക്യാഷ്, ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, മെഷീനറി, ലാൻഡ്, ബിൽഡിങ്ങിൻ്റെ ഇതിൻ്റെയൊക്കെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ആണ് തന്നിരിക്കുന്നത്. ആൻഡ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഡ്യൂറിങ് ദ ഇയർ മെഷീൻ കോസ്റ്റിംഗ് 10,000 വിത്ത് അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ 3,000 വാസ് സോൾഡ്. 10,000 രൂപയുടെ മെഷീൻ, ഡിപ്രീസിയേഷൻ 3,000 രൂപ. ആ ഒരു ഡിപ്രീസിയേഷൻ ഫർണിച്ചർ വിറ്റിരിക്കുന്നത് 5,000 രൂപയ്ക്കാണ്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ കൊണ്ട് കൂട്ടിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് 26ാമത്തെ ക്വസ്റ്റ്യനിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് ഫ്രം ദ ബുക്സ് ഓഫ് ആംസ്ട്രോങ് ലിമിറ്റഡ്. അതിലും ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസ് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ അസറ്റുകളും തന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ആനുവൽ സെയിൽസ് 74,40,000, ഗ്രോസ് പ്രോഫിറ്റ് 7,44,000 തന്നിട്ടുണ്ട്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് പേബിൾ ഓൺ ഡിമാൻഡ് ആണ്. ഇനി ഇത്രയും തന്ന ഡീറ്റെയിൽസിൽ നിന്ന് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഏതൊക്കെ റേഷ്യോസാണ്? ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, പ്രൊപ്രൈറ്ററി റേഷ്യോ, ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, കറണ്ട് റേഷ്യോ, GP ദാറ്റ് ഇസ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോസ്. അപ്പോൾ ഈ ഒരു 3 essay ക്വസ്റ്റ്യനിൽ നിന്ന് ഒന്ന് ജേണൽ എൻട്രി ഉണ്ടായിരുന്നു, പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളോട് ഇതിൻ്റെ ബേസിസിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. 3ാമത്തെ ക്വസ്റ്റ്യനിൽ തന്ന ക്വസ്റ്റ്യനെ ബേസ് ചെയ്തുകൊണ്ട് റേഷ്യോസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഏകദേശം essay ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക, റേഷ്യോസ് പറ്റാവുന്ന അത്രയും പഠിക്കുക, അതേപോലെ തന്നെ ജേണൽ എൻട്രീസ് നേരത്തെ തന്ന പ്രോബ്ലത്തിൻ്റെയൊക്കെ ജേണൽ എൻട്രീസ് പറ്റാവുന്ന പോലെ തന്നെ പഠിച്ചു വയ്ക്കുക. ഇത്രയാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.